അപ്പൊ കുറേ നാളുകൾക്ക് ശേഷം ഞാനും പൊണ്ണുബാബി വന്നേക്കാട്ടോ. അപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വന്നേക്കണേ. അപ്പൊ എനിക്കാണെങ്കിൽ മുന്നേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, നാട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാട്ടിത്തരുമോ പറഞ്ഞിട്ട്. അപ്പൊ അതേ ഞാനും പൊണ്ണുബാബിയും ഇതേ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താന്ന് കാണാം കേട്ടോ. അപ്പൊ ഞങ്ങളാണെങ്കിൽ രാവിലെ തന്നെ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പൊണ്ണുബാബിയുടെ ഫുഡൊക്കെ കഴിച്ച് ഇതാട്ടോ. അപ്പൊ യൂഷ്വലി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊണ്ണുബാബിയാണ് വീട്ടിൽ നേരത്തെ എണീക്കണ ആള്. അപ്പോൾ പൊണ്ണുബാബി നേരത്തെ എണീക്കുമ്പോൾ ഞാൻ സുഖമായി കിടന്നുറങ്ങും. കാരണം ഇപ്പോഴാണെങ്കിൽ അവന് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളായിരുന്നു. എനിക്ക് പിന്നെ ഫുഡ് പോയ്സണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് പല്ലേച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ തേച്ച് അതായിട്ട് ഒരു ഓയിലി പോലെ ഫേസ് ഇരിക്കണേ. പിന്നെ പൊണ്ണുബാബി നമ്മുടെ ഇവിടെ ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. ഇന്ന് നല്ല സണ്ണി ഡേ ആട്ടോ. പൊണ്ണുബാബി സേ ഹായ്. ഇനി ഫോൺ കിട്ടാനാട്ടോ. എന്നെ പിടിച്ചുകൊണ്ട് വരാട്ടോ. വേറെ ഇങ്ങോട്ടല്ലത് അമ്മാമ്മ അമ്മാമ്മയുടെ അലമാരി ഒതുക്കാട്ടോ. ഒതുക്കിയത് വേറെ ഒന്നിനല്ല, എൻ്റെ ഒരു ബ്ലൗസ് എനിക്ക് കാണാനില്ല. അപ്പൊ അത് വേണം പറഞ്ഞപ്പോ അമ്മാമ്മ ഒതുക്കായിരുന്നു. അപ്പൊ പൊണ്ണുബാബിക്കാണെങ്കിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ല, ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. അതിലാണെങ്കിൽ കടലക്കറിയും പിന്നെ ഇന്നലത്തെ നല്ല ചെമ്മീൻ കറിയും ചെമ്മീൻ ഫ്രൈയും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ പോലെ ചോറ് രാവിലെ കഴിക്കണവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇവിടെ പലഹാരം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് എന്താണെന്ന് അറിയില്ല, ചെറുപ്പം മുതലേ ചോറാണ് രാവിലെ ഞാൻ കഴിക്കാറ് കേട്ടോ. എന്നെ പോലെ വിയേർഡായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഇപ്പോഴത്തെ പുതിയ പരിപാടിയാണ് പൊണ്ണുബാബിയുടെ ഓരോ ഗോഷ്ടി കാട്ടല് കേട്ടോ. അപ്പോൾ ഉള്ളൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇവിടെ ഒരാളുടെ പണി ചെയ്താട്ടോ. വേസ്റ്റ് ബാസ്ക്കറ്റിൽ സംഭവം ഒന്നുമില്ല, അതെടുക്കുക തുറക്കുക. എനിക്കാണെങ്കിൽ കുറേ നാളായിട്ട് ബ്ലൗസ് ഒന്നും ന്യൂ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പം അമ്മയുടെ കയ്യിൽ ഇത് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ ഇത് അമ്മയുടെ ഒരു സാരി കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ പുതിയ സാരി എടുക്കുന്നത് താല്പര്യമില്ല. അപ്പം ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് ഒരു സെറ്റിൻ്റെ ബ്ലൗസ് ഇടണമെന്ന് ഇഷ്ടം കേട്ടോ. അപ്പം അതിട്ടിട്ട് ഞാൻ ഉടനെ വീഡിയോ ഇടുന്നതായിരിക്കും. അമ്മ ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മയുടെ സാരി കളക്ഷൻ കേട്ടോ. ഇത് ഫുൾ അമ്മയുടെ സാരി. അമ്മ ടീച്ചറായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ കുറേ സാരി വേണം. അപ്പോൾ കുറേ സാരി വേണമെന്നല്ല, അമ്മയ്ക്ക് സാരി ആയാലും എടുക്കണ്ട. അപ്പോൾ അമ്മയ്ക്ക് കുറേ സാരികളുണ്ട്. അപ്പോൾ ഞാനിതിൽ നിന്നാട്ടോ ഞാൻ അടിച്ചു മാറ്റിയിട്ട് ഞാൻ ഓരോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കാറ്. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങൾക്കും കൂടി കാട്ടിത്തരാന്ന്. എനിക്ക് ഇങ്ങനത്തെ എന്താ പറയുക പട്ട് സാരികളെക്കാട്ടും കൂടുതൽ എനിക്ക് ഇഷ്ടം ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ടൈപ്പ് സാരി. ഞാൻ അങ്ങനത്തെ ആട്ടോ കൂടുതൽ ഇഷ്ടം. എന്താണെന്നറിയില്ല, എനിക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാട്ടോ. മറ്റേത് ഇഷ്ടമാണ്, പക്ഷെ അത് ഉടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മയൊക്കെ സിമ്പിളായിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ആട്ടോ ബ്ലൗസൊക്കെ വലിച്ച് വാരി ഇട്ടേക്കാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് എനിക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ഇതൊക്കെ എൻ്റെ മുന്നത്തെ ഇതാട്ടോ. എനിക്കത് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷോളൊക്കെ ആയിട്ട് ഒരു ട്രെൻഡിങ് ആയിരുന്നു ഇത്. പിന്നെ അതിൻ്റെ ഒരു പിങ്കും ഉണ്ടായിരുന്നു. പിങ്കും ഞാൻ ഇട്ടിട്ടേ ഒരു പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുള്ളൂ. അതിന് ഇട്ടോക്കണം വീഡിയോസിലൊക്കെ. അപ്പോൾ ഇത് ഇവിടെ ഒരാളും കൂടി ഇട്ടിട്ട് ഇല്ല കാട്ടുന്നില്ല. ബായ്. സമയം 12 മണി ആയിട്ടോ. ഇപ്പോഴാണ് ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കണേ. അപ്പോൾ കടലക്കറി ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ. വേറെ ഒന്നുമില്ല, എനിക്കിത് മാത്രം മതി. ഉള്ളി മുരിച്ചതാട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെമ്മീൻ ഫ്രൈ, കുട്ടി ചെമ്മീനാട്ടോ, ചെമ്മീൻ ഫ്രൈ. പിന്നെ ചെമ്മീൻ കറി, പിന്നെ കടലക്കറിയുടെ ഗ്രേവി കേട്ടോ. അപ്പോൾ ഫുഡ് അടിച്ചിട്ട് വരാട്ടോ. അച്ചാച്ചൻ ഫുഡ് കഴിക്കാതിരുന്ന ഒരാളോടി പാഞ്ഞ് കയറിയിരിക്കലാട്ടോ പണി. നമ്മൾ വിചാരിക്കും ഫുഡ് കഴിക്കാനാണെന്ന്. ഫുഡ് കഴിക്കാനൊന്നല്ല, എന്താണെന്നറിയില്ല, അച്ചാച്ചൻ്റെ അടുത്ത് ഇരിക്കണം അവന്. നല്ല മഴയാട്ടോ. കുറച്ച് ദിവസമായിട്ട് അങ്ങനെ മഴ പെയ്യുണ്ടായിരുന്നില്ല. ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ഇടാന്ന്, ഷോർട്സിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരു കുട്ടി ഷോർട്സ് വീഡിയോ. പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. പിന്നെ വരാം. മഴ കാണാൻ വേണ്ടിയിട്ട് ഓടി വന്നതാ കേട്ടോ. മഴ കാണാൻ പൊണ്ണുബാബിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? പൊണ്ണുബാബി മഴ കാണാൻ ഇഷ്ടല്ലേ? ഇനിയിപ്പോ ഇത് എടുക്കാനുള്ള വേഷം കിട്ടുന്ന കാര്യങ്ങളായിരിക്കും. അയ്യോ, ഒരു വൈറലായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാന്ന് വിചാരിച്ചിട്ട് എനിക്ക് പ്രാന്ത് പിടിച്ചു കേട്ടോ. മുടിയിലിരിക്കണില്ല. ഞാനാണെങ്കിൽ മറ്റേ ക്ലോ ക്ലിപ്പ് പോലത്തെ ഇല്ലേ,
അത് വലുതായിരുന്നു വേണ്ട. ഇവിടെയാണെങ്കിൽ എനിക്ക് വലുത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കണ്ട് ചെറുതായതുകൊണ്ട് അത് വർക്കാവുണ്ടായിരുന്നില്ല. അത് കണ്ട് വേറെ ഒരു വൈറലായിട്ടുള്ളൊരു ഹാക്ക് ചെയ്തു, അതും ചെയ്യാൻ പറ്റിയില്ല. എന്തോ ഒരു ഇത് കാരണം ഇനി ചെയ്യണത്. ഭയങ്കര ചൂട് കേട്ടോ, പുറത്ത് മഴ പെയ്ത് ഇതായപ്പോൾ ഭയങ്കര ചൂട് ഇവിടെ ഇരിക്കുമ്പോൾ. പിന്നെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പണ്ടത്തെ പോലെ അധികമൊന്നും ചെയ്യണില്ല, കാരണം ഒരു പണി കിട്ടിയിരിക്കുകയാണ്. ഞാനൊരു ഓയില് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. ഓയിലി സ്കിന്നായവർക്ക് അത് അധികം ചെയ്തില്ല, ലൈക്ക് ചെയ്തില്ല എന്നല്ല, അതൊരാഴ്ചയിൽ 1 ഡേ ഒക്കെ തേച്ചാൽ മതി. ഞാനാണെങ്കിൽ എനിക്കറിയാം, എനിക്ക് ഓയില് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസ് വരുമെന്ന് അറിയാം, എന്നിട്ടും ഞാൻ ചെയ്തതാട്ടോ. എന്നോട് 100 പ്രാവശ്യം ഇവർ പറഞ്ഞത് ചെയ്യണ്ടടി ഇടണ്ടടി പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അപ്പം അത് ഇട്ടിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ഫുൾ പിമ്പിൾസ്, എനിക്ക് അലർജിക്ക് റിയാക്ഷൻ വന്നിട്ടോ. സംഭവം നാച്ചുറൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തത്. ഞാനാണെങ്കിൽ ഡെയിലി ഇട്ടു, എനിക്ക് വീക്ക്ലി വൺസ് ഇട്ടാൽ മതിയായിരുന്നു. പക്ഷെ അത് ഇട്ടപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ഭയങ്കര ഡള്ളായിട്ടായിരുന്നു. ഞാൻ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഫേസ് ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ലോസ് പെട്ടെന്നായിരുന്നു ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞത്. ഞാനൊരു 74 നിന്ന് ഒരു 64 വരെ ഇങ്ങനെ പയ്യെ കുറഞ്ഞു വന്നതായിരുന്നു. പക്ഷെ 64 നിന്ന് 56 57 കിലോ വരെ പെട്ടെന്ന് കുറഞ്ഞതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഒന്നില്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും വരില്ല. ഇത് പെട്ടെന്ന് ഞാൻ ഡയറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഫുഡും ഇവരെ ഞാൻ ഒറ്റയ്ക്ക് നോക്കണോണ്ട് എനിക്ക് ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വെയിറ്റ് കുറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടോ. അപ്പോൾ ഈ ഓയിൽ തേച്ചപ്പോൾ സംഭവം എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡൾനെസ്സും കാര്യങ്ങളൊക്കെ ഫുള്ളി കംപ്ലീറ്റ്ലി പോയി. ബട്ട് മുഖത്ത് അത് പറഞ്ഞാണ്ടിരിക്കാൻ വയ്യ, ആ എന്താ പറയുക, ഡള്ളായിട്ടുള്ളതൊക്കെ ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്ററായി. ഇപ്പോൾ എനിക്ക് ആ സംഭവം ചെയ്തിട്ട് പിമ്പിൾസ് വന്നു എന്നുള്ള സങ്കടവും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം ആ ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടായിരുന്നു, അതൊക്കെ മാറി. പക്ഷെ ഒടുക്കത്തെ പണി കിട്ടി പറഞ്ഞാൽ ഫുൾ അലർജിക്ക് റിയാക്ഷൻ പോലെ ഫുൾ പിമ്പിൾസ് ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അത് വേണമെങ്കിൽ വേറെ ഒരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. ഫുൾ പിമ്പിൾസ് ആയിട്ട് ഭയങ്കര ഇതായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറഞ്ഞതാട്ടോ. ഇപ്പോൾ ഇത് ഈ ഇവിടെ ഇപ്പോൾ കണ്ടോ ഇത്രയല്ലോ, ഇത് പാട് വന്നതാണ്. ഇപ്പോൾ ഇത്രയും പിമ്പിൾസ് ഉള്ളൂ, ഇങ്ങനെ ആയിരുന്നില്ല. ഭയങ്കര ഫുള്ള് ഇവിടെ ഫുള്ള് പിമ്പിൾസ് ആയിട്ടായിരുന്നു. ഇപ്പം ഞാൻ മുഖം എന്തിങ്ങനെ ഓയിലി പോലെ ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ക്രീം തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിമ്പിളിനുള്ള ക്രീം തേച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ പിമ്പിളിൽ. പിന്നെ ഇത് പാട് മാറാനുള്ള ക്രീം തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാട്ടോ ഇങ്ങനെ ഭയങ്കര ഓയിലി പോലെ തോന്നുന്നത് നിങ്ങൾക്ക്. അത് ഒരു 1 വീക്കൊക്കെ തേച്ചപ്പോൾ പിമ്പിളൊക്കെ നന്നായി കുറഞ്ഞു. ഇപ്പോൾ ജസ്റ്റ് ഒരു 2-3 പിമ്പിൾസ് ഉള്ളത് പാടാട്ടോ. പാട് ഇങ്ങനെ ആയിരുന്നില്ല, ഇത് ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഫുൾ പാടായിരുന്നു, ഭയങ്കര ഡാർക്കായിട്ട്. ഇപ്പോൾ ഡാർക്ക് മാറിയിട്ട് ഒരു റെഡിഷ് കളറ് പാടുകളായിട്ടോ. പിന്നെ അത് മാറിയിട്ട് വേണം അതിൻ്റെ ഒരു വീഡിയോ ഇടണം. പിന്നെ അതേ പൊണ്ണുഭാഗം ഇവിടെ ഫാഷൻ കിട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ട് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ പണ്ടത്തെ പോലെ ഭയങ്കരമായിട്ട് സ്കിൻ കെയർ കാര്യങ്ങളും ചെയ്യാൻ, കാരണം നന്നായിട്ട് പിമ്പിൾസ് വന്നോണ്ടേ അങ്ങനെ ചെയ്യണില്ല. എന്താണ് അപ്പം അങ്ങനെ ചെയ്യണില്ല. അമ്മേ വരുന്നുണ്ടോ? അമ്മയുടെ പുതിയൊരു കോട്ട് സെറ്റൊക്കെ അമ്മ എടുത്തിട്ടുണ്ട്. അപ്പം അമ്മ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കായിരുന്നു. അങ്ങനെ പിന്നെന്താ, പൊണ്ണോടെ കളിച്ചോ? പിന്നെ ഹെയറിൽ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടോക്സ് ആട്ടോ ചെയ്തത്. പിന്നെ ഹെയർ കളർ ഓൾറെഡി ഞാനൊരു ബർഗണ്ടി ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഫെയ്ഡായിട്ടാട്ടോ ഈ കളർ ആയിക്കണേ. ഇനിയിപ്പോൾ തൽക്കാലം കളർ ചെയ്യാനൊന്നും ഉദ്ദേശിക്കണില്ല. അപ്പോൾ ഹെയർ ബോട്ടോക്സ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ നാച്ചുറൽ ഹെയർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോല മുടിയായിരുന്നു കേട്ടോ. ചെറുപ്പത്തിലൊക്കെ നല്ല കോല മുടിയായിരുന്നു. ഞാനൊരു 10th ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല തിക്കുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ മീൻസ് ഇപ്പോൾ അത്രയ്ക്ക് തിക്കില്ല, നല്ല തിക്നെസ് ഉണ്ടായിരുന്നു. അപ്പം 10th പഠിക്കുന്ന സമയത്ത് ഞാനൊരു ലെയറോ സ്റ്റെപ്പ് കട്ടോ ചെയ്തു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയറിൻ്റെ ടെക്സ്ചർ അങ്ങോട്ടാ മാറി. ഇപ്പം ഞാൻ ഏതൊരു വീഡിയോയിൽ ഇതുപോലെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്കും നല്ല
സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു. എന്തോ സ്റ്റെപ്പ് പോലെ ആയിരുന്നു. ഇതുപോലെ എന്തോ ഹെയർ കട്ട് ചെയ്തപ്പോൾ അവരുടെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറി. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. നമ്മൾ കോലം മുടിയായിട്ടുള്ള മുടി പെട്ടെന്ന് അങ്ങോട്ടൊരു ഹെയർ കട്ട് ചെയ്തപ്പോൾ മുടിയുടെ ടെക്സ്ചർ മാറി, ഫുൾ കേളി പോലെ. അതായത് നല്ല കേൾസ് ആയിരുന്നു കേട്ടോ. എൻ്റെ പണ്ടേ ഈ ഭാഗത്തൊക്കെ കേളാണെങ്കിലും ഇവിടെ ഒന്നും ഒക്കെ റൂട്ട്സ് ഒക്കെ സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഈ സ്മൂത്തനിങ് ആയാലും ബോട്ടോക്സ് ചെയ്താലും എനിക്ക് ഇവിടെ നിന്ന് മറ്റേ നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ ഇങ്ങനെ പിരി എന്നൊന്നും കാണാറില്ല. ഇനി ഇവിടെ മാത്രമാണ് ബേബി ഹെയർസ് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. പിന്നെ വന്നു കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് പോവും. അങ്ങനെയാണ്. അതാട്ടോ എൻ്റെ ഹെയറിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാനൊരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് തൊട്ട് തുടങ്ങിയതാണ് സ്മൂത്തനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എപ്പോഴും സ്ട്രെയിറ്റ് ഹെയർ ഇഷ്ടം. എനിക്ക് ഇങ്ങനെ ബേബി ആയിട്ടോ കേളി ആയിട്ടോ എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമില്ല. സ്ട്രെയിറ്റ് ഹെയറാണ് ഇഷ്ടം. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്യണ സമയത്ത് അവർ പറയും അടിഭാഗത്ത് കേളി പോലെ. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ചൂല് പോലെ എടുക്കുന്നത് ഇഷ്ടം. അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ ബേബി പോലെ എടുക്കുന്നതാട്ടോ ഇഷ്ടം. പക്ഷെ അതാണ് ഇത്തിരി കൂടി നമുക്ക് ഉള്ളു തോന്നണ പോലെ തോന്നുന്നത്. ഇതിപ്പോൾ ഞാൻ ബോട്ടോക്സ് ആയിട്ട് ചെയ്തേക്കണേ. പൊണ്ണാടെ വേഷം കിട്ടാട്ടുണ്ട്. ബോട്ടോക്സ് ആയിട്ടാണ് ചെയ്തേക്കണേ. അപ്പോൾ അധികം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. കെമിക്കൽസൊക്കെ ഇത്തിരി കുറവാട്ടോ. കെമിക്കൽസ് ഇല്ല എന്നല്ല, സ്മൂത്തനിങ്ങിനെക്കാട്ടും കമ്പയർ ചെയ്യുമ്പോൾ കെമിക്കൽസൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ അത് ചെയ്തു. കാരണം അവിടെ ഇരിക്കണ സമയത്ത് അവിടുത്തെ ക്ലൈമറ്റാണോ എന്താണോ എന്നറിയില്ല. ഞാൻ എൻ്റെ മീൻസ് ഈ ബോട്ടോക്സ് ചെയ്തതിൻ്റെ ഞാൻ ഫുൾ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഇടാൻ വിചാരിച്ചിട്ടാണ്. തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഫ്രീ ആയ. പനിയും കാര്യങ്ങളും ഫുഡ് പോയ്സണും എല്ലാം അടിച്ചിട്ട് ഭയങ്കര ഇതായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എല്ലാം ഒന്ന് സെറ്റായി, ഇപ്പോൾ ഒന്ന് ഫ്രീ ആയ വീഡിയോ ഒക്കെ എടുക്കാനൊരു മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ വന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ ബോട്ടോക്സ് ചെയ്യണതിൻ്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഹെയർ മുന്നേ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്. മുന്നേ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെയർ തന്നെയായിരുന്നു. പക്ഷേ ചകിരി പോലെയെന്ന് പറയും. എനിക്ക് ശരിക്കും അങ്ങനെ ചകിരി പോലത്തെ മുടി ഭയങ്കര ഇഷ്ടമാണ്. യൂഷ്വൽ എല്ലാവർക്കും ദേഷ്യമാണ്. എനിക്കിങ്ങനെ ഭയങ്കര എന്താ പറയുക ഇങ്ങനെ നിൽക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ എന്താ പ്രശ്നം, പോൺടേലൊക്കെ കിട്ടുമ്പോൾ നല്ല രസമാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അഴിച്ചിടാൻ നമുക്ക് പറ്റില്ല. അഴിച്ചിടുമ്പോൾ ഭയങ്കര ഇങ്ങനെ ബൂ പോലെ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ എന്താ പറയുക, നമ്മളുടെ മറ്റേ സിനിമയിൽ നന്ദനൻ സിനിമയിൽ നമ്മുടെ ജഗദീഷിൻ്റെ പോലെ കേട്ടോ, ജഗതിയുടെ പോലെ കേട്ടോ, ഇങ്ങനെ നിൽക്കും. അപ്പം എനിക്കത് പോൺടേലൊക്കെ ഇടുമ്പോൾ അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കും. പക്ഷേ എനിക്കിങ്ങനെ അഴിച്ചിടുമ്പോൾ എന്തോ ഭയങ്കര വൃത്തികേട് പോലെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അത് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആലോചിക്കായിരുന്നു ഇവിടെ വന്നപ്പോൾ ഈ ബോട്ടോക്സ് ചെയ്തപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഷാമ്പൂ ഉണ്ട്, അതുപോലെ തന്നെ ഒരു മാസ്കും ഉണ്ട്. അപ്പോൾ അത് സത്യത്തിൽ അത് മേടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഹെയറിൻ്റെ ഫ്രിസിനെസ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള ഹെയർ കിട്ടിയായിരുന്നു. ഞാൻ പിന്നെ യൂഷ്വലി ഞാൻ ഇപ്പോൾ വലിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിലും ഞാൻ കണ്ടീഷണർ എന്ന് പറയുന്ന സംഭവമേ യൂസ് ചെയ്യാറില്ല. എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് എൻ്റെ ഓൾറെഡി ഓയിലി സ്കാൽപ്പാണ്. ഓയിലി സ്കാൽപ്പ് ആയതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലയിൽ ഓയിൽ ഇട്ടില്ലെങ്കിലും നാച്ചുറലായിട്ട് ഇപ്പോൾ ഇന്നലെ ഞാൻ വാഷ് ചെയ്തത്. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഓരോ ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ട് ഹെയർ ഇങ്ങനെ കോംബ് ചെയ്തുല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ ഓയിലി പോലെ ഇത്തിരി ഇട്ടോ, ഫുള്ളല്ല ഇത്തിരി പോലെ ഇങ്ങനെ ഓയിലി പോലെ അങ്ങനത്തെ ഒരു സ്കാൽപ്പ് എൻ്റെ. അപ്പോൾ ഞാൻ കണ്ടീഷണർ എന്ന് പറഞ്ഞ സംഭവമേ യൂസ് ആക്കാറില്ല. എനിക്കിഷ്ടമല്ല. കാരണം അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇനി ഓയിലായി. ഇപ്പോൾ 2 ദിവസം നമുക്ക് വാഷ് ചെയ്യാണ്ട് ഇരിക്കാൻ പറ്റില്ല. മീൻസ് കണ്ടീഷണർ ഇടുകയാണെങ്കിൽ ഡെയിലി ചിലപ്പോൾ സ്കാൽപ്പ് വാഷ് ചെയ്യേണ്ടി വരും. ഞാൻ 2 ദിവസമൊക്കെ കൂടുമ്പോൾ തല കഴുകാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ആക്കാറില്ല. അപ്പോൾ പക്ഷെ ഇപ്പോൾ ഇത് യൂസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ബോട്ടോക്സ് ചെയ്യണോണ്ട് ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഷാമ്പും മാസ്കും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കും അത് യൂസ് ചെയ്തപ്പോൾ ഇപ്പോൾ അമ്മയുടെ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള, അമ്മയുടെ നല്ല കോലമുടി പക്ഷെ ഇപ്പോൾ നല്ല ഫ്രിസി ആയിട്ട് അമ്മ ടേക്ക് കെയർ ചെയ്യാണ്ട് ഇപ്പോൾ ഞാൻ ആ മാസ്ക് കൊടുത്തപ്പോൾ നല്ല സിൽക്കി ആൻഡ് സ്മൂത്ത് ആയിട്ടോ ഹെയർ. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പോൾ ഇത് ചെയ്യണേക്കാട്ടും മുന്നേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞല്ലോ. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. ചെയ്ത് വന്നപ്പോൾ ആദ്യത്തെ ഒരു 1 വീക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു. നമുക്കറിയാലോ ഇപ്പോഴും അങ്ങനെ ഫുൾ ഒട്ടൽ മാറിയിട്ടില്ല. ഭയങ്കര ഒട്ടിയിട്ട് കിടക്കണ്ടായിരുന്നേ. അതിനൊപ്പം തന്നെ ഞാൻ അവിടുന്ന് ഇവിടേക്ക് വന്നപ്പോൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെലിഞ്ഞിട്ട് മുട്ടിയിട്ട് എടുക്കുകയാണ് കാണുമ്പോൾ ഭയങ്കര വൃത്തികേടായിരുന്നു. പിന്നെ നമ്മൾ ഓരോ വാഷ് ചെയ്തപ്പോൾ നമുക്ക് പിന്നെ സെറ്റായിട്ടോ. ഇപ്പോൾ ഇത്തിരി ഓയിലുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണേ. എന്നാലും വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല ഭംഗിയിൽ കിടക്കട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാത്തിനും നമുക്ക്
എന്താ പറയുക ഭയങ്കര എളുപ്പമാണ്. നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് ഒന്നും ഇങ്ങനെ കോംബ് ചെയ്യാൻ പോവുക, വലിയ ഹെയർ സ്റ്റൈലോ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഞാൻ വീട്ടിൽ കിടക്കുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ ഇത് ചെയ്തിട്ട് കുറച്ച് ദിവസം ഞാൻ വേറെ വീഡിയോയിൽ പറയാം, ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ട് ബോറടിപ്പിക്കണില്ല. ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ടൈ ചെയ്ത് കിടക്കാനൊന്നും പാടില്ല. ഞാൻ പക്ഷെ ഇപ്പോൾ ടൈ ചെയ്തൊക്കെ കിടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കംപ്ലീറ്റ് സ്ട്രെയിറ്റ് അല്ലാത്ത ജസ്റ്റ് ഇത്തിരി ഇത്തിരി ഇങ്ങനെ വേവി ആയിട്ടുള്ളൊക്കെ, ഓവറായിട്ട് സ്ട്രെയിറ്റും അല്ല ഓവറായിട്ട് വേവി അല്ല, ഒരു മിഡിൽ അങ്ങനെ. ഞാനിപ്പോൾ ഹെയറൊക്കെ ടൈ ചെയ്തിട്ട് കിടക്കണോണ്ട് ഇപ്പം ഇങ്ങനത്തെ ഹെയർ ഇതാട്ടോ. ഇപ്പോൾ നമ്മൾ ടൈ ചെയ്തില്ലെങ്കിൽ പക്ക സ്ട്രെയിറ്റ് ചൂല് പോലെ കിടക്കും. അങ്ങനെയാണ് ബോട്ടോക്സിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഞാൻ പിമ്പിൾസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുല്ലോ. നമ്മളുടെ സ്കിന്നിന് പറ്റണ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളത് എന്തമ്മ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വിറ്റെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മെലിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചിട്ട് ഇപ്പോൾ വണ്ണം വയ്ക്കാൻ പറ്റണില്ല. ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനൊരു 1 kg ഒക്കെ കൂടിയതാണ്. ഭയങ്കരമായിട്ട് വലിയ കോളർ ബോൺസൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ പെട്ടെന്ന് ഭയങ്കര വണ്ണത്തിൽ കണ്ടിട്ട് എല്ലാവരും എന്ത് പറ്റി എന്നുള്ളതിലായിരുന്നു. പക്ഷെ എനിക്ക് ഇതായിട്ട് കംഫർട്ടബിൾ. ഇപ്പം എനിക്ക് പണ്ടത്തെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. ഇതാണ് എനിക്ക് കംഫർട്ടബിൾ. ഭയങ്കരമായിട്ട് തടിക്കുന്ന സമയത്ത് ഭയങ്കര അസ്വസ്ഥത എന്നല്ല, നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ചക്ക പോലെയായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ചീക്സ് ഉള്ളതുകൊണ്ട് ചീക്ക് ബോൺസാ എന്താ പറയുക, കവളയിൽ ഇങ്ങനെ ഇത്തിരി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ തുടുത്തിട്ടായിരിക്കുകയാണ്. അപ്പം ഒന്നും കൂടി ഭയങ്കരമായിട്ട് തടിയാകുമ്പോൾ ഭയങ്കര ചക്ക പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോർമലായിട്ടുള്ള വെയിറ്റും കാര്യങ്ങളും തന്നെയായിരുന്നു. ഇപ്പം ഞാൻ എന്താ പറയുക കോളേജിലൊക്കെ പഠിക്കണ സമയത്ത്, ഫസ്റ്റ് ഇയർ പഠിക്കണ സമയത്തൊക്കെ ഉള്ള വെയിറ്റ് തന്നെ കേട്ടോ. അപ്പം അങ്ങനെയാണ് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. പിന്നെ പൊണ്ണുബാബി അവിടെ അലമ്പുണ്ടാക്കിയിട്ട് നമുക്കത് കാണാം കേട്ടോ. പൊണ്ണുബാബി അവിടെ അലമ്പുണ്ടാക്കാം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എന്തൊരു ചെയ്യണമെന്ന്. പൊണ്ണുബാബിയുടെ പക വേഷം കെട്ടുകളും കാര്യങ്ങളാണ്. ഞങ്ങൾ ഉറങ്ങിയിട്ട് വരാം കേട്ടോ. പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും പൊണ്ണുബാബിയും സെൽഫി സ്റ്റിക്കൊക്കെ എടുത്ത് വീഡിയോ എടുക്കാണ്. അപ്പോൾ അങ്ങനെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. എന്തിനാ സങ്കടം? കാറിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പൊണ്ണുബാബിയുടെ പരിപാടി ഇതാട്ടോ. ഞങ്ങക്ക് ഒരു സൗകര്യമില്ല. ഇത് എന്നെ കാറ് ഓടിച്ചോണ്ട് നിൽക്കുമ്പോഴും വൈപ്പർ ഇട്ടിട്ട് ആൾക്കാർ വിചാരിക്കും മഴയില്ലാണ്ട് ഞങ്ങക്ക് പ്രാന്താണോന്ന്. ഇതാണ് പൊണ്ണുബാബിയുടെ ഓരോ വക കാട്ടായ. പിന്നെ ഹെഡ്ലൈറ്റ് ഇടാ, ഇതൊക്കെയാണ് അവന്റെ വിനോദങ്ങൾ കേട്ടോ. കാറിൽ കയറി പോയി വന്നുട്ടോ ഗൈസ്. അപ്പൊ ഞാനാണ് ഈ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് എന്താ പറയുക, എനിക്ക് സാരി എടുത്തു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സാരികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ ഒരു 3 സാരി എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസിലിട്ട് കാട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ബൈ.